നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകർ വാർത്തകളുടെ തലക്കെട്ടുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് റിട്ടയർഡ് ജില്ലാ സെഷൻസ് ജഡ്ജ് വിജയൻ. കേട്ടറിഞ്ഞതിനേക്കാൾ ഗുരുതരമാണ് തീരദേശത്തെ അവസ്ഥയെന്ന് ഇന്നസെന്റ് MP. എറിയാട്, എടവിലങ്ങ് കടൽക്ഷോഭ മേഖലകൾ ഇന്നസെന്റ് MP സന്ദർശിച്ചു. SSF ജില്ലാ സാഹിത്യോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കുട്ടമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മാധ്യമപ്രവർത്തകർ വാർത്തകളുടെ തലക്കെട്ടുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് റിട്ടയർഡ് ജില്ലാ സെഷൻസ് ജഡ്ജ് വിജയൻ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃപ്രയാറിൽ സംഘടിപ്പിച്ച ദ്വിദിന നേതൃ ക്യാമ്പിൽ പത്രപ്രവർത്തനവും നിയമവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങളും നടത്തുന്നത്. ഇതിൽ കാശുള്ളവൻ നിയമത്തിന്റെ വല പൊട്ടിച്ച് പുറത്തു കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 90% തെളിവെടുപ്പുകളും പോലീസ് നടത്തിവരുന്നത് ഫേക്കായവയാണെന്നും നിയമങ്ങൾ പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ലെന്നും ഉള്ളിൽ ചെന്നാൽ മാത്രമേ യാഥാർത്ഥ്യം മനസ്സിലാകുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും പോലീസ് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ കാര്യം വലിയ കഷ്ടമാണ്. പത്രത്തിൽ ഫോട്ടോ വരും, TV-യിൽ ഫോട്ടോ വരും, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് വരും. കാരണം വരുന്നത് ട്രെയിനിൽ സ്ത്രീയെ പീഡിപ്പിച്ചു. ഈ വാർത്ത വന്നാൽ സ്വാഭാവികമായിട്ടും ഇത് കൈ തട്ടി വഴക്കുണ്ടായതാണെന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ വാർത്തക്കുണ്ടായിട്ട് അത് പോലീസ് കേസായതാണെന്നോ ഈ വാർത്ത വായിച്ചാൽ നമ്മൾ കാണില്ല. ട്രെയിനിൽ ഇയാൾ ബർത്ത്ഡേ കിടക്കായിരുന്നു, സ്ത്രീ ബർത്ത്ഡേ കിടക്കായിരുന്നു, സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് വാർത്ത വരുമ്പോൾ അത് വളരെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഇതന്നെ ഇപ്പോൾ പ്രതിനിധി ഇപ്പോൾ നമ്മുടെ അവിടെ വരുന്ന ഒരു നല്ലൊരു ശതമാനം ഈ പീഡന കേസുകളൊക്കെ ഇത്തരം രീതിയിൽ സംഭവിക്കുന്നതാണ്. പിന്നീട് അത് പീഡനമായിട്ട് മാറും. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലത്തെ ഒരാൾ നിങ്ങൾക്കെതിരായിട്ടൊരു മാനനഷ്ടത്തിന് സാധാരണ മാനനഷ്ടത്തിന് കൊടുക്കാറില്ല. കാരണം കൊടുത്താൽ പിന്നെ അത് വീണ്ടും വാർത്തയായിട്ട് കൂടുതൽ നാണക്കേടുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ശ്രീവത്സം ഹാളിൽ നടന്ന ക്യാമ്പ് CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. KJU സംസ്ഥാന പ്രസിഡന്റ് CV മിത്രൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത്, പ്രൊഫസർ KU അരുണൻ, KJU ജനറൽ സെക്രട്ടറി U വിക്രമൻ, ട്രഷറർ EM ബാബു, ജോഫി ചൊവ്വല്ലൂർ, VJ ബെന്നി, ജോസ് താളിക്കാരൻ, സുരേഷ് എടക്കുന്നി എന്നിവർ സംസാരിച്ചു. കേട്ടറിഞ്ഞതിനേക്കാൾ ഗുരുതരമാണ് തീരദേശത്തെ അവസ്ഥയെന്ന് ഇന്നസെന്റ് MP. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച MP കടലാക്രമണം തടയുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് ഉടൻ ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. കടൽക്ഷോഭം തടയാൻ പുലിമുട്ട് നിർമ്മിക്കണമെന്നും ഇക്കാര്യത്തിനായി MP-യുടെ സഹായത്തോടെ പരിശ്രമിക്കുമെന്നും VS സുനിൽകുമാർ MLA അറിയിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ MP-ക്കും MLA-ക്കും മുന്നിൽ തീരദേശവാസികളുടെ രോഷപ്രകടനം. എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളുടെ അതിർത്തിയായ പുതിയ റോഡ് കടപ്പുറത്താണ് ഇന്നസെന്റ് MP-യും VS സുനിൽകുമാർ MLA-യും എത്തിയത്. കടലാക്രമണ പ്രദേശത്തെ ദുരിതം കണ്ട് മടങ്ങാനൊരുങ്ങിയ ജനപ്രതിനിധികളെ നാട്ടുകാർ തടഞ്ഞു. പുതിയ റോഡിന് വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ കൂടി കാണണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ജനപ്രതിനിധികളോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ ഈ ആവശ്യത്തെ എതിർത്തു. അതോടെ നാട്ടുകാർ രോഷാകുലരായി. അല്പനേരത്തെ വാഗ്വാദത്തിനൊടുവിൽ MP-യും MLA-യും സമീപ പ്രദേശങ്ങളും സന്ദർശിച്ച് മടങ്ങി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MV ഇന്ദിര, വൈസ് പ്രസിഡന്റ് TM ഷാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി തങ്കപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളായ പോണത്ത് ബാബു, PK സന്തോഷ് തുടങ്ങിയവർ MP-യെയും MLA-യെയും അനുഗമിച്ചു. മൂന്നുപീടിക ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഖുറാൻ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മൂന്നുപീടിക വ്യാപാര ഭവനിൽ നടന്ന പഠന ക്ലാസ് SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഖുറാൻ സ്റ്റഡി സെന്റർ ചെയർമാൻ KS ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. റാഫിയ അൻവരി, NK അബ്ദുൽ നാസർ, PB താജുദ്ദീൻ, PM റഫീഖ്, PA സയ്യിദ് മുഹമ്മദ് ഹാജി, ഹൈദർ അന്താറത്തറ, UY ഷിഹാബ് എന്നിവർ സംസാരിച്ചു. അൻവർ മുഹ്യുദ്ദീൻ ഹുദവി പഠന ക്ലാസിന് നേതൃത്വം നൽകി. ബൈബിളുണ്ട്, അതുപോലെ ഭഗവത്ഗീതയുണ്ട്, അതുപോലെ ബഹായി സക്കാ ഗ്രന്ഥമുണ്ട്, സിഖുകാർക്ക് ഗ്രന്ഥമുണ്ട്.
അങ്ങനെ എല്ലാ മതക്കാർക്കും ഗ്രന്ഥമുണ്ട് എങ്കിൽ അത് ഓതാൻ ഒരു നിയമം, അത് പാരായണം ചെയ്യാൻ ഒരു നിയമം, എവിടെ എങ്ങനെ ഓതണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ്. അതൊരു സയൻസാണ്, അതൊരു ശാസ്ത്രമാണ്. ഖുർആൻ പാരായണ ശാസ്ത്രം. മദ്രസകളിൽ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന ഒന്നാണ്. ഒരക്ഷരം എവിടെ നിന്ന് വരണം, ആ അക്ഷരത്തിന് മുമ്പ് ഇന്ന അക്ഷരം വന്നാൽ അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഉദാഹരണം അല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത്? അല്ലേ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു ശാസ്ത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്? ആലമീൻ എന്ന് പറയുന്നത് എന്തിനാണ്? ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുമ്പരശ്ശേരി പള്ളി വികാരി ഫാദർ ജെയിംസ് അനിയുദ്ധൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും ഊട്ടുസദ്യയും നടന്നു. ഇനിയൊരു ഇടവേള.